ബാക്ക്ഗ്രൗണ്ട് വോയിസ് കുറവാണെന്നോ? ബാക്ക്ഗ്രൗണ്ട് വോയിസ് എന്തിനാ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നീ രണ്ട് ശബ്ദം ഉണ്ടായിക്കോളൂ. എടാ അവ സ്വന്തമായിട്ട് തലക്കിട്ട് അടിച്ചിട്ട് കരയാണ് മോനെ. എന്ത് പറ്റി? ദേവുട്ടിയുടെ പീസ് ചെയ്ത് നോക്ക്. കമ്മലൂരി എടുക്കണ്. ചെറുക്കനെ കരയിപ്പിച്ചെന്ന്. എടാ അവ അങ്ങനെയാടാ. ഓ ഇന്ന് പയ്യൻ നല്ല മൂഡിലല്ലടാ. എന്നാ അത് താഴെ വേണം കൊടുക്കണ്ട. എടാ എല്ലാവരും എത്തിയോ? ഓക്കെ ഗൈസ്, അപ്പം ഇത് ദേവൂട്ടൻ്റെ പി സിയാണ്. ഇത് എൻ്റെ പി സി അല്ല. ഇത് ദേവൂട്ടന് വേണ്ടിയിട്ടുള്ള പി സിയാ. ഇത് ദേവൂട്ടന് വേണ്ടി ഞാൻ ബിൽഡ് ചെയ്ത പി സിയാ. ഫ്യൂച്ചറിസ്റ്റിക് പി സിയാ. ഐഫോൺ മൈക്ക് ബാറ്ററി ഇല്ലടാ. അത് കേൾക്കൂലടാ. നിങ്ങൾക്ക് കേൾക്കൂല. ഞാൻ നോക്കി നോക്കട്ടെ സൗണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗൈസ്. ഇതിപ്പോ എന്നുണ്ടല്ലോ സൗണ്ട് ഒക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. മാത്രമേ കേൾക്കത്തുള്ളൂ, ബാക്കി വേറെ ആരുടെ സൗണ്ട് കേൾക്കത്തില്ല. പക്ഷെ രണ്ട് മോഡൽ ഇപ്പൊ നീ നോക്കിയോണേ. ഒന്ന് ഇതും സാധാരണ ഇവിടുത്തെ നീല കളറാണെന്നാ പറയുന്നത്, പക്ഷെ അത് വേറെ ഇതില്ല. നോക്കിട്ട് കണ്ടോ? ഓൾ ഗുഡ് ആണ്. ഓക്കെ ആടാ. അല്ലടാ അത് സീനിലടാ. എല്ലാം ബാക്കിയുള്ള എല്ലാവരുടെയും കേൾക്കുമെങ്കിൽ പിന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി പോകില്ലേ? ഓക്കെ അപ്പം ഗൈസ്, അപ്പം നമുക്ക് റിവീൽ ചെയ്യാം. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം ബിൽഡ് ചെയ്യണമെന്ന്. ആൻഡ് എൻ്റെ റിക്വയർമെൻ്റ് ഒക്കെ പറഞ്ഞ സമയത്ത് ഇവർ സെറ്റ് ചെയ്ത് തന്നതാണ്. ഞാനും ഇതിൻ്റെ ഫൈനൽ ഔട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ലെറ്റ്സ് റിവീൽ. വാ അപ്പോൾ ബാക്കിലോട്ട് വലിച്ചാൽ മതിയല്ലേ? ഓക്കെ വാ വാ വാ. എൻ്റെ പൊന്നോ, ഇത് എന്ത് സാധനം ഇത്? ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വരുന്നല്ലോ. ഹാപ്പി അയ്യോ ഗൈസ്, ഇത് കംപ്ലീറ്റ്ലി വാട്ടർ ലൂപ്ഡ് ആണ് സിസ്റ്റം. ആൻഡ് ഈ ഒരു കേസ് എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ ആരും ചെയ്തിട്ടില്ല. ഇവിടെ ഇന്ത്യയിലില്ല, പുറത്തുനിന്ന് കൊണ്ടുവന്ന. ഓക്കെ, സോ ഇന്ത്യയിലെ ഫസ്റ്റ് പീസ്. സോ ഇന്ത്യാസ് ഫസ്റ്റ് പീസ്. എടാ അടുത്ത് കാണിച്ചിട്ട് കുറച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. അത് മൗണ്ടൻ ഡ്യൂ അല്ലത്, വാട്ടർ ലൂപ്പാണ്. മൈക്ക് കൊടുക്കുന്ന ബ്രോ, ജസ്റ്റ് ഈ പി സിയെ പറ്റി ഒന്ന് പറയുമോ? ഓക്കെ, എൻ്റെ മെയിൻ സ്പെക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ AMD Ryzen 7 9850X 3D ആണ് യൂസ് ചെയ്യുന്നത്. ഫാസ്റ്റസ്റ്റ് മറ്റേ എന്താ പറയുക മൊബൈൽ പ്രൊസസ്സർ ഇൻ ദ വേൾഡ്, ഡെസ്ക്ടോപ്പ് പ്രൊസസ്സർ ഇൻ ദ വേൾഡ്. പിന്നെ ഒബിയസ്ലി ഇത് 5090, അത് ആക്ച്വലി ഈകളുടെ 5090 തന്നെ എക്സിറ്റിംഗ് സുപ്രീം എക്സ് ലിക്വിഡ് ആണ് നമ്മൾ സുപ്രീം എക്സ് ആണ് എടുത്തത്. അതിനാണ് ആക്ച്വലി നമ്മൾ EKയുടെ ക്വാണ്ടം എക്സ് വെക്ടർ ബ്ലോക്കിൻ്റെ വാട്ടർ ബ്ലോക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡി ബ്ലോക്ക് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഇതാണ് മെയിൻലി GPU CPU. പിന്നെ റാം വരുന്നത് എന്താ പറയുക ADAT XPGയുടെ ലാൻസറിൻ്റെ 48 GB കിറ്റാണ്. അപ്പോൾ 24x2. പിന്നെ അത് ആക്ച്വലി 6400 മെഗാ ട്രാൻസ്ഫേഴ്സിൻ്റെ കിറ്റാണ്. അപ്പം മാക്സ് ടു ദ കോർ ഓവർക്ലോക്ക്ഡ് റാം ആണ് വരുന്നത്. പിന്നെ ബേസിക്കലി Gen 5 ഡ്രൈവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഓൾ ഇൻ വൺ വാട്ടർ ബ്ലോക്ക് കൊടുത്തിരിക്കുന്നത് ട്രിക്സ് പനോരമയുടെ 360 വാട്ടർ ബ്ലോക്കാണ്. സോ ഇത് ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള ലൂപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പാനലാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ കാണുന്നത് ഇത് ആക്ച്വലി ഒരു കർവ്ഡ് ആനമോർഫിക് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി 3D എഫക്റ്റോട് കൂടി ആക്ച്വലി യെസ്, അത് ആക്ച്വലി ലൈറ്റ് ഇല്ലെങ്കിലേ എല്ലാം ഇത് പക്ക ഫുൾ AMOLED ഡിസ്പ്ലേ 60 Hz AMOLED ഡിസ്പ്ലേ ആണ്. എന്ന് പറയുമ്പം ഇങ്കി ബ്ലാക്സ് കിട്ടും. അപ്പോൾ എന്ന് പറയുമ്പം ജസ്റ്റ് നമുക്ക് ഒരാൾ പുറത്തോട്ട് കൈ ഇടുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു എഫക്റ്റ്. അപ്പം അതും പിന്നെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് നമ്മളിത് കൺട്രോൾ ചെയ്യാനായിട്ട്, സ്ട്രീം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ, വിച്ച് ഇസ് ടച്ച് എനേബിൾഡ്. ഇത് ഈ PC യുടെ തന്നെയാണ്. പിന്നെ ഇത് കൂടാതെ വേറൊരു മെയിൻ സാധനമുണ്ട്. ഈ PC യുടെ ഉള്ളിൽ വേറൊരു PC ഉണ്ട്.
വേറൊരു പീസ് വരുന്നുണ്ട് നമുക്ക് സെക്കൻഡ് സ്ട്രീമിന് വേണ്ടിയിട്ട്. അപ്പം സ്ട്രീം ചെയ്യുന്ന സമയത്ത് ആ പീസിലായിരിക്കും നമ്മൾ സ്ട്രീം OBS റൺ ചെയ്യുന്നത്. അപ്പോൾ ടെലിപോർട്ട് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഗെയിം ക്യാപ്ചർ മാത്രം എടുക്കും. എൻകോഡിങ് സെക്കൻഡറി പീസിക്കകത്ത്. മനസ്സിലായോ? അപ്പം ഒരു കാരണവശാലും സ്ട്രീം നിൽക്കത്തില്ല. സെക്കൻഡ് പീസിലെ മോണിറ്റർ അതെ, അത് നമുക്ക് സ്വിച്ച് ചെയ്യാം. അതെ 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 റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട്. അത് ആക്ച്വലി നമ്മൾ ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് വരുമ്പോൾ ആ PC എവിടെ ഇരിക്കുന്നത് എന്നുള്ളത് റിവീൽ ചെയ്യും. ഇപ്പൊ ആക്ച്വലി അത് പറയത്തില്ല എവിടെയായിരിക്കുന്നത്, ട്രേഡ് സീക്രട്ട് ആണ്. ഇതിനകത്ത് ഒരു PC കൂടെ ഉണ്ട്, അത് എവിടെയാണെന്ന് അവർ ഇതുവരെ പറയത്തില്ല. അത് അവരുടെ അകത്ത് റിവീൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം ഇതിലായിരിക്കും ഞാൻ എന്റെ സ്ട്രീമിംഗ് മെയിൻ സ്ക്രീനിൽ എന്റെ ഗെയിം അത് മാത്രമല്ല, ഇൻ കേസ് PC എനിക്ക് ഗെയിം ക്രാഷ് ആയി പോയാലും സ്ട്രീം നിൽക്കത്തില്ല. PC ക്രാഷ് ആയി പോയാലും, കാരണം ഇത് സെക്കൻഡറി പവർ സപ്ലൈയിലാണ് ആക്ച്വലി നമ്മുടെ സെക്കൻഡ് PC ഇരിക്കുന്നത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ട്രീം മാനേജ് ചെയ്യാനോ ഇപ്പം ക്യാമറയൊക്കെ നമുക്ക് അതിനകത്തായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഗെയിം മാത്രമേ ഇതിനകത്ത് കളിക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം പെർഫോമൻസ് ആക്ച്വലി സസ്റ്റൈൻഡ് ആയിട്ട് നമുക്ക് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഐഡിയ. ബാക്കി അവിടെ സെറ്റപ്പ് ചെയ്തതിനു ശേഷം പിന്നെ ഒരു കസ്റ്റം സ്ക്രീൻ ഉണ്ട്, റെഡി ആയില്ല ടൈമിനുള്ളിൽ ഇവിടെ. അപ്പം നമ്മളത് ആക്ച്വലി നമുക്ക് ഇത് കാര്യങ്ങൾ കുറച്ചും കൂടെ പ്രോപ്പർലി കാണാൻ പറ്റും. നമ്മുടെ മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതും ഉണ്ട്. യെസ്, ഇതുവഴി നമുക്ക് മോണിറ്ററിംഗ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ടച്ച് എനേബിൾഡ് ആണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളൊക്കെ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. വിഡ്ജറ്റ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമായിട്ട് ടച്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോ ഇനിഷ്യൽസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഓൾറെഡി സ്ട്രീം ടെക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി കറണ്ട് ബില്ല് കുറച്ചധികമായിരിക്കും അല്ലേ? സെക്കൻഡ് PC കുഞ്ഞ് PC ആണ് ആക്ച്വലി, നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ പോലത്തെ ഉള്ള ഡിവൈസാണ്. അപ്പോൾ അധികം കറണ്ട് വലിക്കത്തില്ല. ഇത് വലിക്കും, 59 വലിക്കും, അതെനിക്കറിയാം. സോ എല്ലാവരും ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് ചോദിക്കുന്നുണ്ട്. ഈ ബിൽഡിന്റെ ടോട്ടൽ കോസ്റ്റ് അറൗണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു എസ്റ്റിമേഷനിൽ അറൗണ്ട് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് വെച്ചിട്ട് ഒരു 8 to 9 lakhs അടുത്തോളം, 9 ലക്ഷത്തിന് അടുത്ത് വന്നിട്ടുണ്ട്. അതെ അതെ, ആ 5090 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ് വരുന്നത്. വിത്തൗട്ട് 5090 നമുക്ക് അത്രയും ഇല്ല. ഓൾമോസ്റ്റ് ഒരു 3.54 lakhs കുറവാണ്. സോ 5090 ഞാൻ നേരത്തെ ഓൾറെഡി മേടിച്ചതാണ്, കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ച് വെച്ചതാണ് 5090. അപ്പോൾ അതുകൊണ്ട് 5090 എൻ്റെ ഉണ്ടായിരുന്നു. എൻ്റെ 5090 ഊരി ഞാൻ അതിനകത്ത് വെച്ചിട്ട് 5090ക്ക് മാത്രം ഒരു ഇപ്പം എത്ര ഉണ്ടാകും 5090 സുപ്രീം എക്സിന്? ഓക്കെ, അതിപ്പോൾ അതിനകത്തൊരു 5 ലക്ഷം ആ റേഞ്ച് കാർഡിൻ്റെ പ്രൈസാണ്. അപ്പോൾ കാർഡ് ഒരു ഞാൻ 1 year ബാക്കേ എടുത്ത് വെച്ചതാണ്. ബാക്കി ആണ് ഇവിടെ ബിൽഡ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ 5080 ആണ് ഇവർ ഈ സ്പെക്കിൽ പറഞ്ഞത്. സോ 5080 എടുത്ത് ഞാൻ എൻ്റെ കറണ്ട് PC വെച്ചിട്ട് എൻ്റെ 5090 ഊരി ഇതിനകത്ത് വെച്ചു. അപ്പോൾ ഈ ടോട്ടൽ ബിൽഡിൻ്റെ കോസ്റ്റ് എന്ന് പറയണത് ഒരു ഏകദേശം 9 ലക്ഷം രൂപ വരുന്ന ഒരു ബിൽഡാണ്. ഞാൻ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇത് ഞാൻ പറയാം, എനിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു ബിൽഡ് ചെയ്ത് വെക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്തൊരു സാധനമാണ്. അപ്പോൾ ഒരുപാട് ഫങ്കിയും അല്ലെങ്കിൽ ഒരുപാട് ഫാൻസി ആയിട്ടുള്ളൊരു ക്യാബിനറ്റിന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ കാരണം കുറേ ഇത് എൻ്റെ ഇരിക്കുന്ന ബാക്കി എല്ലാം ഭയങ്കര ഫങ്കി ആൻഡ് ഫാൻസി ആയിട്ടുള്ള ബിൽഡാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ബിൽഡ് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് മേടിച്ച് വെക്കണം എന്നുള്ളൊരു സാധനത്തിൽ ഞാൻ ബിൽഡ് ചെയ്തതാണിത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബിൽഡാണ്. അപ്പം ലൈറ്റ് ഓഫ് ചെയ്യാനോ? ഏത് ലൈറ്റാണ് നിങ്ങൾ ഓഫ് ചെയ്യാൻ പറയണേ? ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ശരി, ഈ ലൈറ്റോട് ഓഫ് ചെയ്ത് തരുമോ? ഈ 2 ലൈറ്റ്സും ടോട്ടലി എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്ത് തരുമോ? എടാ ഇതുകൂടെ ഓഫ് ചെയ്ത് കൊടുത്തു, ഇതുകൂടെ ഓഫ് ചെയ്തു. അപ്പോൾ സ്ക്രീൻ കാണിച്ചു കൊടുത്താരെ അങ്ങനെയല്ല, ആ ആംഗിളിൽ നിന്ന് കാണിച്ചാലേ മനസ്സിലാവുന്നത്. കുറച്ചുകൂടെ റൈറ്റ് സൈഡിലോട്ട് പിടിച്ചാലേ ആ കൈ വെളിയിൽ വരുന്നത് പോലെ ഉണ്ടത്. അത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. സോ ടോട്ടലി PC ഇത് ഇങ്ങനെയാണ് ഒരു ലുക്ക്. കണ്ടിട്ട് സോ ഗൈസ്, നമുക്ക് ഈ താഴെ എന്ത് വേണമെങ്കിലും കസ്റ്റം കുറേ ഈ ഐക്കൺസ് ഒക്കെ വെക്കാം. അതുപോലെ എന്താ പറയുക, നമുക്ക്
നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കാം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. GPU CPU ടെമ്പറേച്ചേഴ്സ് എടുത്തിടാം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. സ്പെല്ലിംഗ് തെറ്റാണോ? ആ ബർത്ത്ഡേ സ്പെല്ലിംഗ് തെറ്റിപ്പോയി ചേട്ടാ. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ചേട്ടാ, ഇവര് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. അത് ഇവര് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്, ബർത്ത്ഡേയുടെ സ്പെല്ലിംഗ് തെറ്റാ. ഇതെങ്ങനെ ഇതാന്ന് വെച്ചാ ഇതാണ് ഞാൻ പറഞ്ഞ, ഇതാണ് അതിൻ്റെ ഒരു കൺട്രോൾ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇതിലും ഹൗസ് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ബർത്ത്ഡേയുടെ സ്പെല്ലിംഗ് മാറ്റണം കേട്ടാ. ഓപ്പൺ ആണോ ഫുൾ? അല്ലല്ലോ, ഇതിന് ക്ലോസ്ഡ് ഗ്ലാസ് ഉണ്ട് ഗൈസ്, ഗ്ലാസ് ഉണ്ട്. ഇത് ഗ്ലാസ് ഉണ്ട്, പനോരമിക് ഗ്ലാസ് ഉണ്ട്. ഇത് തൽക്കാലം നമ്മൾക്ക് അതിൻ്റെ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്. ഇങ്ങനെ ഗ്ലാസ് ഉണ്ട്, ഇതിന് ഗ്ലാസ് ഉണ്ട് കംപ്ലീറ്റ്ലി. എന്തോ എങ്ങനെ ഗ്ലാസ് ഇല്ലാതെ ഉപയോഗിക്കുന്ന ബെറ്റർ. അപ്പൊ നീ ഒരെണ്ണം ബിൽഡ് ചെയ്തിട്ട് ഫാൻസ് ഏതാന്ന് പറഞ്ഞോടെ. N60 ആണെന്ന് തോന്നുന്നു. ഫാൻസ് ഏതാ? ഫാൻടെക്കിന്റെ തന്നെയാണ്. ഈ കേസ് ഫാൻടെക്കിന്റെ അല്ലേ? ഈ കേസ് ഫാൻടെക്. അയ്യോ, നല്ലൊരു കോമഡി ആയിരുന്നു ചന്ദ്ര ചേട്ടാ. ഇത് റീഫില്ല് ചെയ്യേണ്ട ടൈം ഉണ്ടാവും. ഇതിന്റെ ഇപ്പൊ ഈ അതൊക്കെ വീട്ടിൽ നിന്നിട്ട് ഒന്നുകൂടെ നിറയ്ക്കുമല്ലേ? കളർ മാറ്റാൻ പറ്റുമോ? എടാ പിന്നല്ലാതെ പിന്നെ ആ കളർ മാറ്റാൻ പറ്റുമോ? ഇതേതാ കൂളർ ഏതാ? ഇതാ ഇതിന്റെ ഇന്റർഫേസ് സോഫ്റ്റ്വെയർ. കണ്ട സോഫ്റ്റ്വെയർ ഇതാണ്. ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് സോഫ്റ്റ്വെയറിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും മാറ്റാം. കണ്ട അത് OLED. ഏത്? ഇത് സാംസങ്ങിന്റെ OLED. എന്തേ അത് എനിക്കറിയത്തില്ല. എടാ ആ പുള്ളി നിന്നോടാ പറഞ്ഞു, നീ പൊട്ടനാണോ? നീ പുള്ളി കഷ്ടപ്പെട്ടിരുന്ന് ബ്രോ. ഞാൻ ചോദിക്കാം, ഇവന്റെ അടുത്തൊന്നും എക്സ്പ്ലെയിൻ ചെയ്യല്ലേ? ഇവന് ബ്രോ ബ്രാൻഡ് പറഞ്ഞാലും അറിഞ്ഞൂടാ. ഇവ കള്ളനാ. ഗൈസ് ഇതാ പറഞ്ഞത്. ഇത് കണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇതിനകത്ത് എടുത്തിടാം. ഇത് കണ്ട, കണ്ട ഇങ്ങനെ കുറെ ഇപ്പം നമുക്കിതിനകത്ത് കസ്റ്റം വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കിതിൽ കസ്റ്റം ലോഗോസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ? ആഡ് ചെയ്യാം. ഓ ഇതിൽ അല്ല ഇതിൽ ഡോട്ട് മാട്രിക്സ് മാത്രമേ പറ്റുള്ളൂ അല്ലേ? ഓക്കെ ഗൈസ്, ഇതിൽ നമുക്ക് ഇങ്ങനത്തെ ഈ ഡോട്ട് പിക്സൽസിൽ വരുന്ന സാധനങ്ങൾ മാത്രമാണ്. ഇതിൽ പേര് ഇങ്ങനത്തെ ലോഗോ അല്ലാതെ കസ്റ്റം ലോഗോ ഒന്നും പറ്റൂല. ഓക്കെ ഇത് കണ്ട, ഇതിലിങ്ങനെ പിക്സലായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഇത് കണ്ടോ, ഇതിലിങ്ങനെ പിക്സൽ സെലക്ട് ചെയ്ത് നമുക്ക് ഓരോ TV എന്നോ കിക്കെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. അത് TV മേളിലായി പോയി. അത് ചുമ്മാ ഒരു സാമ്പിൾ കാണിച്ചു തരാം. അങ്ങനെ വരുമോ നോക്കട്ടെ. സെൻഡ് ടു സ്ക്രീൻ. അത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ അതിന് മൂവ്മെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റുമല്ലേ? അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതാക്കിയാൽ കറക്റ്റ് നമുക്ക് വരച്ച് ഇടാം കേട്ടാ. ഇതാണ് സാധനം.